ഹായ് വെൽക്കം ടു ലെറ്റ്സ് ലേൺ ടുഗെദർ. ഇന്ന് നമ്മൾ കോർപ്പറേഷനിലെ കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. CSEB ജൂനിയർ ക്ലർക്കിൻ്റെ എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. 2023 ക്വസ്റ്റ്യൻ പേപ്പർ ആണ് കേട്ടോ ഇത്. ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ കോഡ് 1038/2023 ആണ്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി? ഓപ്ഷൻ എ NCDC, ഓപ്ഷൻ ബി NDDB, ഓപ്ഷൻ സി NCCF, ഓപ്ഷൻ ഡി NCCT. ഇതിൽ ഏതാണ് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇപ്പോൾ NCDC എന്ന് പറഞ്ഞാൽ നാഷണൽ കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ആണ്. NDDB ആണെങ്കിൽ നാഷണൽ ഡയറി ഡെവലപ്മെൻറ്റ് ബോർഡാണ്. NCCF നാഷണൽ കോപ്പറേറ്റീവ് കൺസ്യൂമർ ഫെഡറേഷൻ ആൻഡ് NCCT നാഷണൽ കൗൺസിൽ ഫോർ കോപ്പറേറ്റീവ് ട്രെയിനിങ് എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയുന്നത് NCCF ആണ്, നാഷണൽ കോപ്പറേറ്റീവ് കൺസ്യൂമർ ഫെഡറേഷൻ. അതാണ് ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ചിറ്റോസാൻ ഈസ് എ പ്രൊഡക്റ്റ് ഓഫ്? ഓപ്ഷൻ എ SCST ഫെഡ്, ഓപ്ഷൻ ബി കേര ഫെഡ്, ഓപ്ഷൻ സി ക്യാംകോ, ഓപ്ഷൻ ഡി മത്സ്യ ഫെഡ്. ചിറ്റോസാൻ എന്ന് പറയുന്നത് ഇതിലേതിൻ്റെ പ്രൊഡക്റ്റ് ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. SCST ഫെഡ്, കേര ഫെഡ്, ക്യാംകോ, മത്സ്യ ഫെഡ്. ഇതിൽ ചിറ്റോസാൻ എന്ന് പറയുന്നത് മത്സ്യ ഫെഡിൻ്റെ പ്രൊഡക്റ്റാണ്. ആൻസർ ഓപ്ഷൻ ഡി ആണ്, മത്സ്യ ഫെഡ്. ഇതല്ലാതെ പിന്നെ മത്സ്യ ഫെഡിന് ചിറ്റിനെ, ചിറ്റോസാൻ, പിന്നെ ന്യൂട്രി ഫിഷ് എന്ന് പറയുന്നത് അവരുടെയാണ്. വനിതാ ബസ് മത്സ്യ ഫെഡുമായിട്ട് റിലേറ്റ് ചെയ്തതാണ്. പിന്നെ വ്യാസ സ്റ്റോർ, മത്സ്യ ഫെഡിൻ്റെ സ്റ്റോറാണ് വ്യാസ സ്റ്റോർ എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ അന്തിപ്പച്ച എന്ന് പറയുന്നത് മത്സ്യ ഫെഡിൻ്റെ സെയിൽസ് ഔട്ട്ലെറ്റ് ആണ്. ഇതെല്ലാം മത്സ്യ ഫെഡിൻ്റെയാണ്. ഇനി ഇതുപോലെ തന്നെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് കേര ഫെഡിൻ്റെയാണ്. കേര കേശ്, കേര ഗോൾഡ്, കേര അഗ്മാർക്ക്. പിന്നെ അതുപോലെ തന്നെ ഡയറക്റ്റ് ടു കിച്ചൺ അത് അങ്ങനെ പറയുന്നതും എന്താണ്, കേര ഫെഡിൻ്റെ ഒരു പ്രൊഡക്റ്റാണ്. പിന്നെ ക്യാംകോ എന്ന് പറയുന്നത് സെൻട്രൽ അറക്കനട്ട് ആൻഡ് കൊക്കോ മാർക്കറ്റിംഗ് ആൻഡ് പ്രോസസ്സിംഗ് ലിമിറ്റഡ് ആണ് ക്യാംകോ എന്ന് പറയുന്നത്. ക്യാംകോയുടെ ഏരിയ ഓഫ് ഓപ്പറേഷൻ എന്ന് പറയുന്നത് കേരളയും കർണാടകയുമാണ്. മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് അനുസരിച്ച് പ്രവർത്തിക്കുന്നതാണ് ക്യാംകോ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ചിറ്റോസാൻ എന്ന് പറയുന്നത് മത്സ്യ ഫെഡിൻ്റെ പ്രൊഡക്റ്റാണ്. അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ സെൻട്രൽ സൊസൈറ്റി? ഓപ്ഷൻ എ RCMPU, ഓപ്ഷൻ ബി NDDB, ഓപ്ഷൻ സി കേരള ബാങ്ക്, ഓപ്ഷൻ ഡി റപ്കോ. ഇതിൽ ഒരു സെൻട്രൽ സൊസൈറ്റി ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ എ ആണ്, RCMPU. RCMPU എന്ന് പറയുന്നത് നമുക്ക് 3 ടയറായിട്ട് പ്രവർത്തിക്കുന്നതാണ്. അതിൻ്റെ ഏറ്റവും ബേസ് ലെവൽ ആപ്കോസ് ആണ്. ആപ്കോസിൻ്റെ തൊട്ട് മുകളിൽ വരുന്നതാണ് RCMPU. RCMPUവിൻ്റെ ഇതിൻ്റെ അപ്പെക്സ് ആണ് മിൽമ, കേരള സ്റ്റേറ്റ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ RCMPU എന്ന് പറയുന്നത് എന്താണ്, ഒരു സെൻട്രൽ സൊസൈറ്റിയാണ് RCMPU. പിന്നെ NDDB എന്ന് പറയുന്നത് നാഷണൽ ലെവലിലുള്ളതാണ്, നാഷണൽ ഡയറി ഡെവലപ്മെൻറ്റ് ബോർഡാണ് NDDB. കേരള ബാങ്ക് എന്ന് പറയുന്നതും അറിയാം. ഇപ്പോൾ കേരള ബാങ്ക് 2 ടയർ ആണ്. പാക്സും കേരള ബാങ്കും മുമ്പ് 3 ടയർ ആയിരുന്നു. അപ്പോൾ പാക്സും നമ്മുടെ ജില്ലാ ബാങ്ക് ഉണ്ടായിരുന്നു, DCB, അത് കഴിഞ്ഞിട്ട് കേരള ബാങ്ക്, അങ്ങനെയായിരുന്നു. റപ്കോ എന്ന് പറയുന്നത് എന്താണ്, ഒരു സിംഗിൾ ടയർ സൊസൈറ്റിയാണ് റപ്കോ എന്ന് പറയുന്നത്. മാത്രമല്ല റപ്കോ ഒരു ഫെഡറൽ സൊസൈറ്റിയാണ്. റപ്കോ, റേഡ്കോ ഇത് 2 ഫെഡറൽ സൊസൈറ്റിയാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ദ മാക്സിമം എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ എ കോപ്പറേറ്റീവ് സൊസൈറ്റി ഈസ് പെർമിറ്റഡ് ടു ഇഷ്യൂ ഈസ് കോൾഡ്? ഓപ്ഷൻ എ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ, ഓപ്ഷൻ ബി ഓതറൈസ്ഡ് ക്യാപിറ്റൽ, ഓപ്ഷൻ സി ഇഷ്യൂഡ് ക്യാപിറ്റൽ, ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ്. ഇതിൽ ഒരു സൊസൈറ്റിക്ക് മാക്സിമം കൊടുക്കാവുന്ന ഷെയർ അത് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. മാക്സിമം എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ എ കോപ്പറേറ്റീവ് സൊസൈറ്റി ഈസ് പെർമിറ്റഡ് ടു ഇഷ്യൂ. ഇപ്പോൾ അവർക്ക് മാക്സിമം ഇത്രയും എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ, ഇത്രയും ഷെയർ കൊടുക്കാൻ പറ്റും എന്നുള്ള രീതിയിലുണ്ടാവും. അത് ഏതാണെന്ന്. ദ മാക്സിമം എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ എ കോപ്പറേറ്റീവ് സൊസൈറ്റി ഈസ് പെർമിറ്റഡ് ടു ഇഷ്യൂ. എത്ര മാക്സിമം എന്തോരം അവർക്ക് ഇഷ്യൂ ചെയ്യാൻ പറ്റും? ആൻസർ ബി ആണ്, ഓതറൈസ്ഡ് ക്യാപിറ്റൽ. ഒരു സൊസൈറ്റിയുടെ ഓതറൈസ്ഡ് ക്യാപിറ്റൽ അത്രയും അവർക്ക്
അത്രയും അവർക്ക് മാക്സിമം എമൗണ്ട് അവർക്ക് അത്രയും കളക്ട് ചെയ്യാൻ പറ്റും. അടുത്ത ക്വസ്റ്റ്യൻ, സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കയർ ടെക്നോളജി ഈസ് അറ്റ് ഓപ്ഷൻ എ കലവൂർ, ഓപ്ഷൻ ബി കൊച്ചിൻ, ഓപ്ഷൻ സി ചെന്നൈ, ഓപ്ഷൻ ഡി ബാംഗ്ലൂർ. സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കയർ ടെക്നോളജി. ആൻസർ ഓപ്ഷൻ ഡി ആണ്, ബാംഗ്ലൂർ. സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കയർ ടെക്നോളജി ബാംഗ്ലൂർ ആണ്. അതുപോലെ തന്നെ കയർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. കയർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ്? അത് കലവൂരാണ്. കയർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് കലവൂർ. കയർ ഇൻസ്റ്റിറ്റ്യൂട്ട് സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കയർ ടെക്നോളജി ബാംഗ്ലൂർ. ടെക്നോളജി എന്ന് പറഞ്ഞാൽ ബാംഗ്ലൂരിൽ നിന്ന് വരണം. റിസർച്ച് എവിടെയാണ്? കലവൂരായിരിക്കണം. അങ്ങനെ ഓർത്തിരിക്കുക കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, കേരള ദിനേശ് പി ഡി വർക്കേഴ്സ് സെൻട്രൽ കോപ്പറേറ്റീവ് സൊസൈറ്റി വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ഓപ്ഷൻ എ 15th February 1968, ഓപ്ഷൻ ബി 15th March 1969, ഓപ്ഷൻ സി 15th February 1969, ഓപ്ഷൻ ഡി 2nd October 1968. ആൻസർ ഓപ്ഷൻ സി ആണ്, 15th February 1969. ഓക്കെ, ആദ്യം ഇതിന് കുറേ നാൾ മുമ്പ് വരെയൊക്കെ നമ്മുടെ അടുത്ത് വർഷം മാത്രമാണ് ഒരു ഫെഡറേഷന് ചോദിച്ചിരുന്നുള്ളൂ. ഇപ്പോൾ കുറച്ച് നാളായിട്ടുള്ള എക്സാമുകൾക്ക് നമുക്ക് മുഴുവനായിട്ട് ചോദിക്കുന്നുണ്ട്. ഡേറ്റും മാസവും എല്ലാം വെച്ചിട്ടുള്ള മുഴുവനായിട്ടാണ് ചോദിക്കുന്നത്. അപ്പോൾ ഫെഡറേഷൻസിൻ്റെ എല്ലാം ആ വർഷം പഠിക്കുമ്പോൾ അതിൻ്റെ ഒപ്പം മുഴുവനായിട്ട് പഠിക്കുക കേട്ടോ എല്ലാവരും. അടുത്ത ക്വസ്റ്റ്യൻ, KCARDB സെറ്റ് അപ്പാർട്ട് ഡിബഞ്ചർ റിഡംഷൻ ഫണ്ട് ഫ്രം ഓപ്ഷൻ എ ലോൺ കളക്ഷൻ, ഓപ്ഷൻ ബി നെറ്റ് പ്രോഫിറ്റ്, ഓപ്ഷൻ സി ഗ്രോസ് പ്രോഫിറ്റ്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ്. കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് ഡിബഞ്ചർ റിഡംഷൻ ഫണ്ട് സെറ്റ് അപ്പാർട്ട് ചെയ്യുന്നത് എവിടെ നിന്നാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ എ ആണ്, ലോൺ കളക്ഷൻ. ഓക്കെ, 3 ടൈപ്പ് ഡിബഞ്ചേഴ്സാണ് KSCARD ബാങ്ക് വിടുന്നത്. റൂറൽ, സ്പെഷ്യൽ, ഓർഡിനറി ഡിബഞ്ചേഴ്സ്. ഇതിൽ സ്പെഷ്യൽ എന്ന് പറയുന്നത് നബാർഡാണ് ഫുള്ള് പർച്ചേസ് ചെയ്യുന്നത് കേട്ടോ. ഈ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുന്നതിന് മുമ്പ് നബാർഡിൻ്റെ കയ്യിൽ നിന്ന് ക്ലിയറൻസ് വാങ്ങിയിരിക്കണം. RBIയുടെ അടുത്തുനിന്ന് ഇൻട്രസ്റ്റ് റേറ്റും ഫിക്സ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ്, ലോൺ കളക്ഷൻ. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ ഔട്ട്റൈറ്റ് പർച്ചേസ് സിസ്റ്റം ദ സൊസൈറ്റി മേക്ക് ഡാഷ് പർച്ചേസ് ഓഫ് ഗുഡ്സ് ഫ്രം ദ മെമ്പേഴ്സ് ബൈ ഓഫറിംഗ് റൂളിംഗ് മാർക്കറ്റ് പ്രൈസ്. ഓപ്ഷൻ എ ക്രെഡിറ്റ്, ഓപ്ഷൻ ബി ക്യാഷ്, ഓപ്ഷൻ സി ഡിസ്കൗണ്ട്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ്. അതായത് ഔട്ട്റൈറ്റ് പർച്ചേസ് സിസ്റ്റത്തിലൂടെ മാർക്കറ്റിംഗ് സൊസൈറ്റീസ് മെമ്പേഴ്സിൻ്റെ കയ്യിൽ നിന്ന് ഗുഡ്സ് വാങ്ങുന്നു. ഇങ്ങനെ വാങ്ങുമ്പോൾ അവരെങ്ങനെയാണ് അതിൻ്റെ സൊസൈറ്റി എങ്ങനെയാണ് അത് കൈകാര്യം ചെയ്യുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ക്രെഡിറ്റിലാണോ, ക്യാഷിലാണോ, ഡിസ്കൗണ്ടിലാണോ, എങ്ങനെയാണ് സൊസൈറ്റി അത് കൈകാര്യം ചെയ്യുന്നതെന്ന്. ഔട്ട്റൈറ്റ് പർച്ചേസ് സിസ്റ്റം വഴി മാർക്കറ്റിംഗ് സൊസൈറ്റീസ് അവരുടെ മെമ്പേഴ്സിൻ്റെ കയ്യിൽ നിന്ന് ഗുഡ്സ് വാങ്ങുമ്പോഴുള്ള കാര്യമാണ്. ആൻസർ ഓപ്ഷൻ ബി ആണ്, ക്യാഷിലാണത് വാങ്ങുന്നത്. ഔട്ട്റൈറ്റ് പർച്ചേസ് സിസ്റ്റത്തിലൂടെ മാർക്കറ്റിംഗ് സൊസൈറ്റീസ് അവരുടെ ഇത് ഗുഡ്സ് വാങ്ങുമ്പോൾ മെമ്പേഴ്സിൻ്റെ കയ്യിൽ നിന്ന് ഗുഡ്സ് പർച്ചേസ് ചെയ്യുമ്പോൾ ക്യാഷ് കൊടുക്കും അവർക്ക്. ആ മാർക്കറ്റ് വാല്യൂ എത്രയാണോ, ആ റൂളിംഗ് മാർക്കറ്റ് പ്രൈസ്, ആ മാർക്കറ്റ് പ്രൈസ് എത്രയാണോ അതേ ക്യാഷ് തന്നെ അവർക്ക് കൊടുത്തിട്ടാണ് അവരുടെ കയ്യിൽ നിന്ന് ഗുഡ്സ് വാങ്ങുന്നത്. ആൻഡ് പിന്നെ ഈ ഔട്ട്റൈറ്റ് പർച്ചേസ് സിസ്റ്റത്തിൽ ഉണ്ടാകുന്ന നഷ്ടങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് മാർക്കറ്റിംഗ് സൊസൈറ്റീസ് ഒരു ഫണ്ട് രൂപീകരിക്കുന്നുണ്ട്. ഓക്കെ, അതാണ് പ്രൈസ് ഫ്ലക്ച്വേഷൻ ഫണ്ട് എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ന്യൂട്രിക്കോ ഈസ് ദ ബ്രാൻഡ് നെയിം ഓഫ് കോക്കനട്ട് ഓയിൽ പ്രൊഡ്യൂസ്ഡ് ബൈ ഓപ്ഷൻ എ കേരാഫെഡ്, ഓപ്ഷൻ ബി മാർക്കറ്റ് ഫെഡ്, ഓപ്ഷൻ സി റെപ്കോ, ഓപ്ഷൻ ഡി കോഡൂർ SCB. ന്യൂട്രിക്കോ എന്ന് പറയുന്നത് ആര് പ്രൊഡ്യൂസ് ചെയ്യുന്ന കോക്കനട്ട് ഓയിലിൻ്റെ ബ്രാൻഡ് നെയിം ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ സി ആണ്, റെപ്കോ. റെപ്കോയുടെ കോക്കനട്ട് ഓയിലിലെ ബ്രാൻഡ് നെയിം ആണ് ന്യൂട്രിക്കോ എന്ന് പറയുന്നത്. ഇതല്ലാതെ റെപ്കോയ്ക്ക് എന്താ റെയിൻബോ ചപ്പൽ, ലൂഷ് ഓയിൽ, റബ് വുഡ് അങ്ങനെ പറഞ്ഞ് പ്രൊഡക്റ്റുകളുണ്ട്.
പിന്നെ കേര ഫെഡിന് നമ്മൾ നേരത്തെ പറഞ്ഞു, കേര കേഷ്, കേര ഗോൾഡ്, കേര മാർക്ക്, ഡയറക്റ്റ് ടു കിച്ചൺ, അതെല്ലാം കേര ഫെഡിൻ്റെയാണ്. പിന്നെ മാർക്കറ്റ് ഫെഡിൻ്റെ ആണ് കേരജം. മാർക്കറ്റ് ഫെഡിൻ്റെ കോക്കനട്ട് ഓയിലിൻ്റെ പേരാണ് കേരജം എന്ന് പറയുന്നത്. കേരജം എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് വൺ ഓഫ് ദ എലിജിബിലിറ്റി കണ്ടീഷൻ ടു കോൺടെസ്റ്റ് ദ ഇലക്ഷൻ ടു ദ കമ്മിറ്റി ഓഫ് റീജിയണൽ മിൽക്ക് യൂണിയൻ? ഓപ്ഷൻ എ, ദ സൊസൈറ്റി വിച്ച് the delegate represent shall be placed in audit classification A or B. Option B, the society which delegate the represent shall be placed in audit classification A, B or C. Option C, the society which delegate the represent shall be placed in audit classification A only. D, none of these. അതായത് നമ്മുടെ റീജിയണൽ മിൽക്ക് യൂണിയൻ, നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു RCMBUവിൻ്റെ കാര്യം, ആപ്കോസ്, RCMBU, മിൽമ, അങ്ങനെ 3 ടയറിലാണ് ഇത് പ്രവർത്തിക്കുന്നത്. അപ്പോൾ RCMPUവിലേക്ക് ഒരു എലക്ഷന് നിൽക്കണമെങ്കിൽ അയാൾക്ക് വേണ്ട എലിജിബിലിറ്റി എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ ഭരണസമിതി, നമ്മുടെ RCMPUവിൻ്റെ ഭരണസമിതി അതിൻ്റെ എലക്ഷനിൽ മത്സരിക്കുന്നതിന് ഉള്ള അർഹത എന്താണെന്ന്. ഓപ്ഷൻ എന്ന് പറയുന്നത്, ഈ മത്സരിക്കാൻ വേണ്ടി ഒരു സൊസൈറ്റിയെ ഒരാൾ റെപ്രസെൻ്റ് ചെയ്യും, അങ്ങനെയാണ് RCMBയിലേക്ക് മത്സരിക്കുക. ആപ്കോസിലുള്ള ആളുകൾ അതിൽ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു സൊസൈറ്റീനെ റെപ്രസെൻ്റ് ചെയ്ത ഒരാളായിരിക്കും മത്സരിക്കുക. അങ്ങനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരാൾ, അയാൾ റെപ്രസെൻ്റ് ചെയ്യുന്ന ആ സൊസൈറ്റി എന്ന് പറയുന്നത് A or B ക്ലാസിഫിക്കേഷനിലുള്ളതായിരിക്കണം. അതുപോലെ ഓപ്ഷൻ ബി എന്ന് പറയുന്നത് അയാൾ റെപ്രസെൻ്റ് ചെയ്യുന്ന ആ സൊസൈറ്റി A, B or C കാറ്റഗറിയിലുള്ളതായിരിക്കണം ഓഡിറ്റ് ക്ലാസിഫിക്കേഷനിൽ. അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത് ഈ മത്സരിക്കുന്ന ആൾ റെപ്രസെൻ്റ് ചെയ്യുന്ന സൊസൈറ്റി എന്ന് പറയുന്നത് ഓഡിറ്റ് ക്ലാസിഫിക്കേഷനിൽ A ക്ലാസിഫിക്കേഷനിൽ മാത്രം വരുന്ന ഒരു സൊസൈറ്റി ആയിരിക്കണം. D, നൺ ഓഫ് ദീസ്. ഇതിലേത് എലിജിബിലിറ്റിയിലാണ് അയാൾ നമ്മുടെ RCMPU റീജിയണൽ മിൽക്ക് യൂണിയൻ്റെ കമ്മിറ്റിയിലേക്ക് തെരഞ്ഞെടുപ്പിന് മത്സരിക്കുന്നതെന്നാണ്. ആൻസർ ഓപ്ഷൻ എ ആണ്. ദ സൊസൈറ്റി വിച്ച് ദ ഡെലിഗേറ്റ് റെപ്രസെൻറ്റ് ഷാൾ ബി പ്ലേസ്ഡ് ഇൻ ഓഡിറ്റ് ക്ലാസിഫിക്കേഷൻ A or B. ആ റെപ്രസെൻ്റ് ചെയ്യുന്ന ആൾ ആ സൊസൈറ്റിയുടെ ഓഡിറ്റ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് A അല്ലെങ്കിൽ B ആയിരിക്കണം. അടുത്ത ക്വസ്റ്റ്യൻ, കോപ്പറേറ്റീവ് റിപ്പബ്ലിക് വാസ് റിട്ടൺ ബൈ? ഓപ്ഷൻ എ, ചാൾസ് ഗൈഡ്. ഓപ്ഷൻ ബി, ഏണസ്റ്റ് പിഷൻ. ഓപ്ഷൻ സി, റോബർട്ട് ഓവൻ. ഓപ്ഷൻ ഡി, JP വാർബേസ്. ആൻസർ ഓപ്ഷൻ ബി ആണ്, ഏണസ്റ്റ് പിഷൻ. അടുത്ത ക്വസ്റ്റ്യൻ, ദ ലേബർ കോളനി വാസ് എസ്റ്റാബ്ലിഷ്ഡ് ബൈ ഡാഷ് ഇൻ അമേരിക്ക അറ്റ് ന്യൂ ഹാർമണി. ഓപ്ഷൻ എ, റോബർട്ട് ഓവൻ. ഓപ്ഷൻ ബി, വില്യം കിങ്. ഓപ്ഷൻ സി, ലുസാറ്റി. ഓപ്ഷൻ ഡി, നൺ ഓഫ് ദീസ്. ലേബർ കോളനി, അമേരിക്കയിലെ ന്യൂ ഹാർമണിയിൽ എസ്റ്റാബ്ലിഷ് ചെയ്ത ലേബർ കോളനി, അത് ആരാണ് എസ്റ്റാബ്ലിഷ് ചെയ്തതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ എ ആണ്, റോബർട്ട് ഓവൻ. റോബർട്ട് ഓവൻ്റെ ലേബർ കോളനി ആയിരുന്നു അമേരിക്കയിലെ ന്യൂ ഹാർമണിയിൽ. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് which is the first cooperative magazine? From among the following, which is the first cooperative magazine? Option A, Cooperative Journal. Option B, Cooperator. Option C, The Cooperator. Option D, Sahakarana Veedi. ഇതിൽ ആദ്യത്തെ കോപ്പറേറ്റീവ് മാഗസിൻ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ ബി ആണ്, കോപ്പറേറ്റർ. കോപ്പറേറ്റർ ആരുടെ ആയിരുന്നു? വില്യം കിങ്ങിൻ്റെ ആയിരുന്നു കോപ്പറേറ്റർ. വില്യം കിങ് ആണ് ആദ്യത്തെ നമ്മുടെ കോപ്പറേറ്റീവ് മാഗസിൻ പ്രസിദ്ധീകരിച്ചത്. അത് കോപ്പറേറ്റർ എന്നാണ് ആ മാഗസിൻ്റെ പേര്. അതുപോലെ കോപ്പറേറ്റീവ് ജേണൽ ആരുടെ ആയിരുന്നു? കോപ്പറേറ്റീവ് ജേണൽ നമ്മുടെ കോപ്പറേറ്റീവിൻ്റെ ഒരു മാഗസിനാണ്. അത് SCUൻ്റെ ആണ്. SCUൻ്റെ മാഗസിനാണ് കോപ്പറേറ്റീവ് ജേണൽ എന്ന് പറയുന്നത്. ദ കോപ്പറേറ്റർ എന്ന് പറയുന്നത് NCUIയുടെ മാഗസിനാണ്. ദ കോപ്പറേറ്റർ, ഇന്ത്യൻ കോപ്പറേറ്റീവ് റിവ്യൂ, കോപ്പറേറ്റീവ് ന്യൂസ്, അതെല്ലാം NCUIയുടെ മാഗസിനാണ്. അതുപോലെ തന്നെ സഹകരണ വീതി എന്ന് പറയുന്നത് കോഓപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയാണ്. സഹകരണ വീതി എന്ന് പറയുന്നത്.
അപ്പോൾ ആദ്യത്തെ കോപ്പറേറ്റീവ് മാഗസിൻ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, കോപ്പറേറ്റർ. അടുത്ത ക്വസ്റ്റ്യൻ, ദ മാനേജ്മെൻറ്റ് ഓഫ് റൈഫിസാൻ വെയർ. ഓപ്ഷൻ എ ഓണററി, ഓപ്ഷൻ ബി സാലറീഡ്, ഓപ്ഷൻ സി പെയ്ഡ്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ്. റൈഫിസാൻ അതിൻ്റെ മാനേജ്മെൻറ്റ് എങ്ങനെയായിരുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. റൈഫിസാൻ എന്ന് പറഞ്ഞാൽ ജർമ്മനിയിലെ കോപ്പറേറ്ററാണ്. റൂറൽ ഏരിയയിൽ ബാങ്കുകൾ രൂപീകരിച്ച ആളാണ് റൈഫിസാൻ എന്ന് പറയുന്നത്. അദ്ദേഹം ഡിവിഡൻ്റ് ആയിട്ടൊന്നും മാറ്റിവെച്ചിരുന്നില്ല, കൊടുത്തിരുന്നില്ല. എല്ലാം അദ്ദേഹം റിസർവ് ഫണ്ടിലേക്കാണ് ശേഖരിച്ചുകൊണ്ടിരുന്നത്. പിന്നെ അൺലിമിറ്റഡ് ലയബിലിറ്റിയിലുള്ള സംഘങ്ങളാണ് രൂപീകരിച്ചത്. അങ്ങനെയുള്ള ആളായിരുന്നു റൈഫിസാൻ എന്ന് പറയുന്നത്. മെമ്പേഴ്സിൻ്റെ വെൽ ബീയിങ്ങിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുത്തിരുന്നത്. അദ്ദേഹത്തിൻ്റെ മാനേജ്മെൻറ്റ് എങ്ങനെയായിരുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ എ ആണ്, ഓണററി. അടുത്ത ക്വസ്റ്റ്യൻ, ദ ഫ്രണ്ട്ലി സൊസൈറ്റീസ് ആക്ട് പാസ്ഡ് ബൈ ദ ബ്രിട്ടീഷ് ഗവൺമെൻറ് വാസ് ഇൻ ദ ഇയർ. ഓപ്ഷൻ എ 1790, ഓപ്ഷൻ ബി 1854, ഓപ്ഷൻ സി 1793, ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ്. ബ്രിട്ടീഷ് ഗവൺമെൻറ് ഫ്രണ്ട്ലി സൊസൈറ്റീസ് ആക്ട് പാസ് ചെയ്ത വർഷം. ആൻസർ ഓപ്ഷൻ സി ആണ്, 1793. 1793 ബ്രിട്ടീഷ് ഗവൺമെൻറ് ഫ്രണ്ട്ലി സൊസൈറ്റീസ് ആക്ട് പാസ് ചെയ്തത്. അടുത്ത ക്വസ്റ്റ്യൻ, നെയിം ദ സൊസൈറ്റി വിച്ച് ഈസ് പെർമിറ്റഡ് ടു ഗീവ് ഡിവിഡൻഡ് ടു ഇറ്റ് നോമിനൽ മെമ്പേഴ്സ്. ഓപ്ഷൻ എ മാർക്കറ്റിംഗ് സൊസൈറ്റീസ്, ഓപ്ഷൻ ബി കൺസ്യൂമർ സൊസൈറ്റീസ്, ഓപ്ഷൻ സി കേരള ബാങ്ക്, ഓപ്ഷൻ ഡി മിൽമ. ഇതിൽ ഏത് സൊസൈറ്റിയാണ് നോമിനൽ മെമ്പേഴ്സിന് ഡിവിഡൻഡ് നൽകാൻ പെർമിഷൻ കൊടുത്തതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സാധാരണ എ ക്ലാസ് മെമ്പേഴ്സിനാണ് നമ്മളെപ്പോഴും ഡിവിഡൻഡ് കൊടുക്കുന്നത്. അവർക്ക് തന്നെയാണ് ഒരു സൊസൈറ്റിയുടെ ഭരണസമിതിനെ വോട്ട് ചെയ്ത് തിരഞ്ഞെടുക്കാനുള്ള അവകാശം. അതെല്ലാം എ ക്ലാസ് മെമ്പേഴ്സിനാണ്. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് നോമിനൽ മെമ്പേഴ്സിന് ഡിവിഡൻഡ് കൊടുക്കാൻ പെർമിഷൻ കൊടുത്തിട്ടുള്ളത് ഇതിൽ ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ സി ആണ്, കേരള ബാങ്ക്. അടുത്ത ക്വസ്റ്റ്യൻ, സിമ്പതിസർ മെമ്പർഷിപ്പ് ഈസ് എ സ്പെഷ്യാലിറ്റി ഓഫ് ഡാഷ് കോപ്പറേറ്റീവ് സൊസൈറ്റി. ഓപ്ഷൻ എ മാർക്കറ്റിംഗ്, ഓപ്ഷൻ ബി ക്രെഡിറ്റ്, ഓപ്ഷൻ സി കൺസ്യൂമർ, ഓപ്ഷൻ ഡി ഇൻഡസ്ട്രിയൽ. അനുഭാവി അംഗത്വം എന്നുള്ളതാണ് ഈ സിമ്പതിസർ മെമ്പർഷിപ്പ് എന്ന് പറയുന്നത്. അത് ഏത് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ സ്പെഷ്യാലിറ്റി ആണെന്ന്. ആൻസർ ഓപ്ഷൻ ഡി ആണ്, ഇൻഡസ്ട്രിയൽ. അടുത്ത ക്വസ്റ്റ്യൻ, കേരാഫെഡ് ഈസ് ആൻഡ് ഡാഷ് സൊസൈറ്റി. ഓപ്ഷൻ എ ഇൻഡസ്ട്രിയൽ പ്രോസസ്സിംഗ്, ഓപ്ഷൻ ബി അഗ്രികൾച്ചറൽ പ്രോസസ്സിംഗ്, ഓപ്ഷൻ സി അഗ്രോ ഇൻഡസ്ട്രിയൽ, ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ്. കേരാഫെഡ് എന്ത് ടൈപ്പ് സൊസൈറ്റി ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. കേരാഫെഡ് എന്താണ്? ഒരു അഗ്രികൾച്ചറൽ പ്രോസസ്സിംഗ് സൊസൈറ്റിയാണ് കേരാഫെഡ്. ആൻസർ ഓപ്ഷൻ ബി ആണ്, അഗ്രികൾച്ചറൽ പ്രോസസ്സിംഗ്. പ്രോസസ്സിംഗ് സൊസൈറ്റീനെ 3 തിരിച്ചിരിക്കുന്നത്. അഗ്രികൾച്ചറൽ പ്രോസസ്സിംഗ്, ഇൻഡസ്ട്രിയൽ പ്രോസസ്സിംഗ്, അതുപോലെ തന്നെ അതർ പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞിട്ട് 3 തിരിച്ചിരിക്കുന്നത്. ഇതിൽ അഗ്രികൾച്ചറൽ പ്രോസസ്സിങ്ങിൽ വരുന്നതാണ് നമ്മുടെ കേരാഫെഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇൻഡസ്ട്രിയൽ പ്രോസസ്സിങ്ങിൽ വരുന്നതാണ് ക്യാപെക്സ്, ടെക്സ്ഫെഡ്, സെറിഫെഡ്. ഇത് 3 ഇൻഡസ്ട്രിയൽ പ്രോസസ്സിംഗ്. ക്യാപെക്സ്, ടെക്സ്ഫെഡ്, സെറിഫെഡ് എന്ന് പറയുന്നത്. അതർ പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞിട്ട് ഒരെണ്ണവും കൂടി ഉണ്ട്. അതിൽ വരുന്നതാണ് ആയുർവേദ കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. ആയുർവേദ കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. ഇത് പല പ്രാവശ്യം നമ്മുടെ അടുത്ത് എക്സാമിന് ചോദിച്ചിട്ടുള്ളത്. ഇപ്പോൾ കേരാഫെഡ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്, അഗ്രികൾച്ചറൽ പ്രോസസ്സിംഗ്. അതുപോലെ തന്നെ ഈ ആയുർവേദ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഏതിലാണ് പെടുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട്. അതർ പ്രോസസ്സിംഗ് സൊസൈറ്റീസിലാണ് പെടുന്നത്. അതുപോലെ തന്നെ ക്യാപെക്സും ടെക്സ്ഫെഡും സെറിഫെഡും ആണ് ഇൻഡസ്ട്രിയൽ പ്രോസസ്സിങ്ങിൽ വരുന്നത്. ഇനി ഈ അഗ്രോ ഇൻഡസ്ട്രിയൽ പ്രോസസ്സിംഗ് സൊസൈറ്റീസ് ആണ് ഏതൊക്കെ? റെപ്കോയും റെയ്ഡ്കോയും അഗ്രോ ഇൻഡസ്ട്രിയൽ സൊസൈറ്റീസ് ആണ്. അതുപോലെ തന്നെ ഇത് രണ്ടും എന്താണ്? ഫെഡറൽ സൊസൈറ്റീസ് ആണ്, റെപ്കോയും റെയ്ഡ്കോയും. ഇത് പല പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. ഫെഡറൽ സൊസൈറ്റി കുറച്ച് ഓപ്ഷൻ തന്നിട്ട് ഇതിൽ ഫെഡറൽ സൊസൈറ്റി ഏതാണെന്ന് ചോദിക്കും. അപ്പോൾ റെപ്കോയും റെയ്ഡ്കോയും ആണ് ഫെഡറൽ സൊസൈറ്റീസ്, ഓർത്തിരിക്കുക.
അപ്പോൾ കേരാഫെഡ് എന്താണ്? അഗ്രികൾച്ചറൽ പ്രോസസ്സിംഗ് സൊസൈറ്റി. അടുത്ത ക്വസ്റ്റ്യൻ, സെക്കൻഡ് ഫേസ് ഓഫ് ഇൻ്റഗ്രേറ്റഡ് കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് പ്രോജക്റ്റ് ഈസ് നൗ ഇംപ്ലിമെൻറ്റിംഗ് ഇൻ ദ റവന്യൂ ഡിസ്ട്രിക്റ്റ് ഓഫ് ഇടുക്കി, പാലക്കാട് ആൻഡ് ഓപ്ഷൻ എ തൃശ്ശൂർ, ഓപ്ഷൻ ബി ആലപ്പുഴ, ഓപ്ഷൻ സി കണ്ണൂർ, ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ്. ഇൻ്റഗ്രേറ്റഡ് കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് പ്രോജക്റ്റ് എന്ന് പറഞ്ഞാൽ ICDP, ഇൻ്റഗ്രേറ്റഡ് കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് പ്രോജക്റ്റ് ഈസ് നൗ ഇംപ്ലിമെൻറ്റിംഗ് ഇൻ ദ റവന്യൂ ഡിസ്ട്രിക്റ്റ് ഓഫ്. അതിൻ്റെ സെക്കൻഡ് ഫേസ് ഇപ്പോൾ ഏതൊക്കെ റവന്യൂ ഡിസ്ട്രിക്റ്റിലാണ് നടക്കുന്നതെന്ന്. ഇടുക്കി, പാലക്കാട് ആൻഡ് പിന്നെ എവിടെയാണെന്ന്. ആൻസർ ഓപ്ഷൻ എ ആണ്, തൃശ്ശൂർ. ഇടുക്കി, പാലക്കാട്, തൃശ്ശൂരിലാണ് ഇത് നടക്കുന്നത്. ICDP പ്രോജക്റ്റ് എന്ന് പറയുന്നത് ആരുടെയാണ്? NCDCയുടെയാണ് ICDP പ്രോജക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അത് ആദ്യം വന്നത് നദിയ ഡിസ്ട്രിക്റ്റ്, വെസ്റ്റ് ബംഗാളിൽ നദിയ ഡിസ്ട്രിക്റ്റിലാണ് ഇന്ത്യയിൽ ആദ്യം വന്നത്. കേരളത്തിൽ ആദ്യം വന്നത് വയനാടാണ്. കേരളത്തിലാകെ ടോട്ടൽ 5 ICDP പ്രൊജക്റ്റാണ് കേരളത്തിലുള്ളത്. കേരളത്തിൽ ഇതിൻ്റെ ഏജൻസി ഫോർ ഇംപ്ലിമെൻറ്റേഷൻ എന്ന് പറയുന്നത് DCB ആണ്. ഈ ICDP പ്രൊജക്റ്റിൻ്റെ ഏജൻസി ഫോർ ഇംപ്ലിമെൻറ്റേഷൻ DCB. 5 ICDP പ്രൊജക്റ്റ് ഉണ്ട്. കേരളത്തിൽ ഇത് ആദ്യം വന്നത് എവിടെയാണ്? വയനാടാണ് ഈ ICDP പ്രൊജക്റ്റ് ആദ്യം വന്നത്. ഇന്ത്യയിൽ ആദ്യം വന്നത് വെസ്റ്റ് ബംഗാളിൽ നദിയ ഡിസ്ട്രിക്റ്റിലാണ് വന്നത്. പിന്നെ നമ്മുടെ ICDP പ്രോജക്റ്റ് എന്ന് പറയുന്നത് ഇൻ്റഗ്രേറ്റഡ് കോപ്പറേറ്റീവ് ഡെവലപ്മെൻറ്റ് പ്രോജക്റ്റ്, ICDP എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ സപ്പോർട്ട്, NCDCയുടെ ഫിനാൻഷ്യൽ സപ്പോർട്ടും അതുപോലെ തന്നെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെയും നബാർഡിൻ്റെയും ഫിനാൻഷ്യൽ അസിസ്റ്റൻസും ഒക്കെ കൊണ്ടാണ് ഈ ICDP പ്രൊജക്റ്റ് നടത്തുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് റിലേറ്റഡ് ടു SPCS? SPCSുമായിട്ട് റിലേറ്റ് ചെയ്യാത്തത് ഏതാണെന്ന്. ഓപ്ഷൻ എ പ്രൈമറി സൊസൈറ്റി, ഓപ്ഷൻ ബി ഇന്ത്യ പ്രസ്, ഓപ്ഷൻ സി നാഷണൽ ബുക്ക് സ്റ്റോൾ, ഓപ്ഷൻ ഡി ഫെഡറൽ സൊസൈറ്റി. ആൻസർ ഓപ്ഷൻ ഡി ആണ്, ഫെഡറൽ സൊസൈറ്റി. ഇന്ത്യ പ്രസ് എന്ന് പറയുന്നത് SPCSൻ്റെ പ്രസ്സാണ്. നാഷണൽ ബുക്ക് സ്റ്റോൾ അവരുടെ ബുക്ക് സ്റ്റോളാണ്. പിന്നെ ഇത് പ്രൈമറി സൊസൈറ്റീസ് ഉണ്ട്. പ്രൈമറി സൊസൈറ്റിയാണ് SPCS. അങ്ങനെ ഇതിൽ ബന്ധമില്ലാത്ത ഏതാണ്? ഫെഡറൽ സൊസൈറ്റി. നോട്ട് റിലേറ്റഡ് ടു SPCS എന്ന് പറയുന്നത് ഫെഡറൽ സൊസൈറ്റി. അടുത്ത ക്വസ്റ്റ്യൻ, ഡിസ്ചാർജ് വൗച്ചർ ഫയൽ ഈസ് മെയിൻറ്റെയിൻഡ് ബൈ. ഓപ്ഷൻ എ സർവീസ് കോപ്പറേറ്റീവ്, ഓപ്ഷൻ ബി അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക്സ്, ഓപ്ഷൻ സി മാർക്കറ്റിംഗ് കോപ്പറേറ്റീവ്സ്, ഓപ്ഷൻ ഡി അർബൻ ബാങ്ക്. ഡിസ്ചാർജ് വൗച്ചർ ഫയൽ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഡിസ്ചാർജ് വൗച്ചർ ഫയൽ എന്ന് പറഞ്ഞാൽ DV ഫയൽ എന്ന് പറയും. അത് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ആരാണ്? അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്കാണ്. ആൻസർ ഓപ്ഷൻ ബി ആണ്. കാർഡ് ബാങ്കുകളാണ് അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക്സ് ആണ്. നമ്മുടെ PCARDB, അതുപോലെ തന്നെ KCARDB, അവരാണ് DV ഫയൽ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. DV ഫയൽ എന്ന് പറയുന്നത് ഒരാൾ ലോണിനുള്ള ആപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ അതുമുതൽ അയാൾക്ക് കൊടുത്തത് ഒരാളുടെ എല്ലാ ബന്ധപ്പെട്ട ലോണുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും രേഖകളും സൂക്ഷിച്ചു വയ്ക്കുന്ന ഫയലിനെയാണ് നമ്മൾ DV ഫയൽ എന്ന് പറയുന്നത്. ഇത് പ്രിപ്പയർ ചെയ്യുന്നത് ആരാണ്? വാലുവേഷൻ ഓഫീസർ, ഇതിൻ്റെ കസ്റ്റോഡിയൻ. DV ഫയലിൻ്റെ വാലുവേഷൻ ഓഫീസറാണ് ഇതിൻ്റെ കസ്റ്റോഡിയൻ എന്ന് പറയുന്നത്. വാലുവേഷൻ ഓഫീസറുടെ തസ്തിക എന്ന് പറയുന്നത് അസിസ്റ്റൻറ്റ് രജിസ്ട്രാർ ആയിരിക്കും. വാലുവേഷൻ ഓഫീസർ അതൊരുപാട് പ്രാവശ്യം ചോദിച്ചതാണ് ഈ വാലുവേഷൻ ഓഫീസറുടെ തസ്തികയുടെ കാര്യം. വാലുവേഷൻ ഓഫീസർ അസിസ്റ്റൻറ്റ് രജിസ്ട്രാർ ആയിരിക്കും. ആൻഡ് DV ഫയൽ എന്ന് പറയുന്ന ഡിസ്ചാർജ് വൗച്ചർ ഫയൽ അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്കുകളാണ് അത് സൂക്ഷിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ദ സ്കീം കെയർ കേരള ഈസ് എ കോമ്പിനേഷൻ ഓഫ് 3 സബ് പ്രോഗ്രാംസ് സച്ച് എസ് കെയർ ഹോം, കെയർ ലോൺ ആൻഡ് ഓപ്ഷൻ എ കെയർ ഗ്രേസ്, ഓപ്ഷൻ ബി മുറ്റത്തെ മുല്ല, ഓപ്ഷൻ സി ലൈഫ് പ്ലസ്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ്. കെയർ കേരള എന്ന് പറയുന്നത് എന്തിൻ്റെയൊക്കെ കോമ്പിനേഷൻ ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 3 സബ് പ്രോഗ്രാംസ് ഉണ്ട്, കെയർ ഹോം, കെയർ ലോൺ. പിന്നെ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ്, കെയർ ഗ്രേസ്. കെയർ ഹോം, കെയർ ലോൺ, കെയർ ഗ്രേസ്, ഈ 3 സബ് പ്രോഗ്രാമിൻ്റെയും കോമ്പിനേഷനാണ് കെയർ കേരള എന്ന് പറയുന്നത്.
ഈ മുറ്റത്തെ മുല്ല എന്ന് പറയുന്നത് കുടുംബശ്രീ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഫ്രം എമംഗ് ദ ഫോളോയിങ് വിച്ച് വൺ ഈസ് അസോസിയേറ്റഡ് വിത്ത് കേരള സ്റ്റേറ്റ് ഹാൻഡിക്രാഫ്റ്റ് അപ്പെക്സ് കോപ്പറേറ്റീവ് സൊസൈറ്റി? ഓപ്ഷൻ എ കൈരളി, ഓപ്ഷൻ ബി സുരഭി, ഓപ്ഷൻ സി ത്രിവേണി, ഓപ്ഷൻ ഡി കോ ഓപ്ടെക്. ഇതിൽ കേരള സ്റ്റേറ്റ് ഹാൻഡിക്രാഫ്റ്റ് അപ്പെക്സ് കോപ്പറേറ്റീവ് സൊസൈറ്റി ആയിട്ട് ബന്ധപ്പെട്ടത് ഏതാണെന്ന്? ആൻസർ ഓപ്ഷൻ ബി ആണ്, സുരഭി. കേരള സ്റ്റേറ്റ് ഹാൻഡിക്രാഫ്റ്റ് അപ്പെക്സ് കോപ്പറേറ്റീവ് സൊസൈറ്റീനെ നമ്മൾ പറയുന്ന പേരാണ് എന്ത്? സുരഭി എന്ന് പറയുന്നത്. കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലുള്ളതാണ് ഈ സുരഭി, ഹാൻഡിക്രാഫ്റ്റ് അപ്പെക്സ് കോപ്പറേറ്റീവ് സൊസൈറ്റി, കോപ്പറേറ്റീവിൻ്റെ. അതാണ് സുരഭി എന്ന് പറയുന്നത്. ഈ കൈരളി എന്ന് പറയുന്നത് നമ്മുടെ ഹാൻഡിക്രാഫ്റ്റ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ഉണ്ട്, കേരള ഗവൺമെൻറ്റിൻ്റെ ആണ് കേട്ടോ. കേരള ഗവൺമെൻറ്റിൻ്റെ ഹാൻഡിക്രാഫ്റ്റ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ, അവരുടെ സെയിൽസ് ഔട്ട്ലെറ്റാണ് കൈരളി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ കേരള സ്റ്റേറ്റ് ഹാൻഡിക്രാഫ്റ്റ് അപ്പെക്സ് കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയുന്നതാണ് സുരഭി എന്ന് പറയുന്നത്. കേരള ഗവൺമെൻറ്റിൻ്റെ ഹാൻഡിക്രാഫ്റ്റ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ്റെ സെയിൽസ് ഔട്ട്ലെറ്റാണ് കൈരളി എന്ന് പറയുന്നത്. ഓക്കെ, ഇത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവരുത്. സുരഭി കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയാണ്, കൈരളി എന്ന് പറയുന്നത് കേരള ഗവൺമെൻറ്റിൻ്റെയാണ്. ത്രിവേണി എന്ന് പറയുന്നത് അറിയാലോ, കൺസ്യൂമർ ഫെഡിൻ്റെ നോട്ട്ബുക്കിൻ്റെയൊക്കെ ബ്രാൻഡ് നെയിമാണ് ത്രിവേണി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കോ ഓപ്ടെക്സ് എന്ന് പറയുന്നത് തമിഴ്നാട് ഹാൻഡ്ലൂം വീവേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ് കോ ഓപ്ടെക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിൻ്റെ ആൻസർ സുരഭിയാണ്. കേരള സ്റ്റേറ്റ് ഹാൻഡിക്രാഫ്റ്റ് അപ്പെക്സ് കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയുന്നത് സുരഭിയാണ്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഈ 2023 ഈ ക്വസ്റ്റ്യൻ പേപ്പറുള്ളത്. 1038/2023 ക്വസ്റ്റ്യൻ പേപ്പർ കോഡ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്